കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് പ്രൗഢിയോടെ തല ഉയർത്തി നിന്നിരുന്ന ചന്ദ്രവിലാസം കോവിലകം സമ്പത്തിൻ്റെ തിളക്കത്താൽ മാത്രമല്ല, ധർമ്മനിഷ്ഠയാലും പാരമ്പര്യത്തിൻ്റെ മഹിമയാലും വീരപരാക്രമത്താലും നാടൊട്ടാകെ ആദരിക്കപ്പെട്ട ഒരു തമ്പുരാൻ കുടുംബത്തിൻ്റെ മഹത്വ ചിഹ്നമായിരുന്നു ചന്ദ്രവിലാസം കോവിലകം. തലമുറകളായി ആ കുടുംബം നാട്ടിലെ ക്ഷേത്രങ്ങളുടെയും ആചാരങ്ങളുടെയും സംരക്ഷകരായും ജനങ്ങളുടെ ആശ്രയമായും നീതിയുടെയും കരുണയുടെയും പ്രതീകമായും അറിയപ്പെട്ടിരുന്നു. ആ കോവിലകത്തിൻ്റെ കാരണവരായിരുന്നു ദേവവർമ്മൻ തമ്പുരാൻ. പ്രായം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തിയിരുന്നുവെങ്കിലും തീരുമാനങ്ങളിൽ നിന്നും ഇന്നും സിംഹത്തിൻ്റെ ഉറച്ച മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് മതി കോവിലമൊട്ടാകെ അതൊരു കൽപ്പനയായി മാറാൻ. ദേവവർമ്മൻ തമ്പുരാന് 4 ആൺമക്കളായിരുന്നു. മൂത്തവൻ വീരദേവ് പിതാവിനെ പോലെ ഗംഭീരനും ഉത്തരവാദിത്വമുള്ളവനും. കോവിലകത്തിൻ്റെ കാര്യനിർവഹണത്തിലും സ്വത്തുവകകളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും മേൽനോട്ടത്തിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഭാര്യ ദേവയാനിയോടൊപ്പം കുടുംബത്തിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും അദ്ദേഹം നേതൃത്വം നൽകി. രണ്ടാമൻ രുദ്രദേവ് വീര്യവും ശൗര്യവും നിറഞ്ഞ യോദ്ധാവ്. എങ്കിലും സഹോദരന്മാരോടും കുടുംബാംഗങ്ങളോടും അതിരില്ലാത്ത സ്നേഹമുള്ളവൻ. ഭാര്യ മാളവികയും കോവിലകത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായിരുന്നു. മൂന്നാമൻ ആദിദേവ് ആയുധങ്ങളെക്കാൾ ജീവൻ രക്ഷിക്കുന്ന വൈദ്യശാസ്ത്രത്തോടായിരുന്നു അദ്ദേഹത്തിന് പ്രിയം. അതുകൊണ്ട് തന്നെ ദൂരെയുള്ള ഗുരുകുലത്തിൽ വൈദ്യപഠനം നടത്തുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിനായി കുടുംബം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏറ്റവും ഇളയവൻ ആര്യൻദേവ് ചന്ദ്രവിലാസം കോവിലകത്തിൻ്റെ ഇളയ തമ്പുരാൻ. ആയോധനകലയിൽ അപാര പാടവം നേടിയിരുന്ന ആര്യൻ വർഷങ്ങളോളം ഗുരുകുലത്തിൽ അഭ്യസിച്ച ശേഷം കോവിലകത്തിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരുക്കത്തിലായിരുന്നു. വാളെടുക്കുമ്പോൾ മിന്നൽ പോലെ വേഗവും എതിരാളികളെ നേരിടുമ്പോൾ സിംഹത്തിൻ്റെ ധൈര്യവും. എന്നാൽ സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ പൂവിൻ്റെ മൃദുത്വവുമായിരുന്നു അവൻ്റെ സ്വഭാവം. വീരത്തിലും വിനയത്തിലും ഒരുപോലെ പ്രശസ്തനായിരുന്ന ആ യുവതമ്പുരാനെ എല്ലാവർക്കും പ്രിയമായിരുന്നു. അതേ ചന്ദ്രവിലാസം കോവിലകത്തിലെ വിശാലമായ പൂന്തോട്ടം പരിപാലിച്ചിരുന്നത് ശേഖരനും ഭാര്യ മാലിയുമായിരുന്നു. ആ ദമ്പതികൾക്ക് ഒരേയൊരു മകളുണ്ടായിരുന്നു, മുല്ല. പേര് പോലെ തന്നെ സൗമ്യതയും നിഷ്കളങ്കതയും നിറഞ്ഞ ഒരു ഗ്രാമീണ പെൺകുട്ടി. പ്രകൃതിയെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്ന അവൾക്ക് പൂക്കളും ചെടികളും കിളികളും ചിത്രശലഭങ്ങളും വെറും പ്രകൃതിയുടെ ഭാഗങ്ങളായിരുന്നില്ല, അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരായിരുന്നു. അവരോട് സംസാരിക്കുകയും അവരുടെ സന്തോഷത്തിലും വേദനയിലും പങ്കുചേരുകയും ചെയ്യുന്നതായിരുന്നു അവളുടെ പതിവ്. കോവിലകത്തിനോട് ചേർന്നുള്ള ചെറിയൊരു ചായ്പിലായിരുന്നു ശേഖരനും മാലിയും മുല്ലയും താമസിച്ചിരുന്നത്. ലാളിത്യമായിരുന്നു ആ വീടിൻ്റെ ഭംഗി. മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂച്ചെടികളും തുളസിത്തറയും എന്നും പറന്നു നിൽക്കുന്ന മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും ആ വീടിനൊരു സ്വർഗീയമായ ശാന്തത പകർന്നിരുന്നു. ആ ചായ്പിനോട് ചേർന്ന് പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന ഒരു വലിയ മുല്ലപ്പന്തൽ. വർഷങ്ങൾക്ക് മുൻപ് മാലി സ്വന്തം കൈകൊണ്ട് നട്ടു വളർത്തിയതായിരുന്നു ആ മുല്ലപ്പന്തൽ. മക്കളെ പോലെ സ്നേഹിച്ചായിരുന്നു അവൾ അതിനെ വളർത്തിയത്. കാലം കടന്നു പോയപ്പോൾ ആ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തത് മുല്ലയായിരുന്നു. പുലർച്ചെ ആദ്യ സൂര്യകിരണങ്ങൾ ഭൂമിയെ തഴുകുന്നതിന് മുൻപേ മുല്ല ഉണരും. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ചെടികൾക്ക് നനയ്ക്കും. ഓരോ ചെടിയുടെയും ഇലകൾ തലോടി അവയോട് വാത്സല്യത്തോടെ സംസാരിക്കും. ഇന്ന് ഒരുപാട് പൂക്കണം കേട്ടോ, നമുക്ക് ദേവിക്ക് മാല കെട്ടാനുള്ളതല്ലേ. അവളുടെ വാക്കുകൾ മനസ്സിലാകുന്നത് പോലെ മുല്ലപ്പന്തൽ കാറ്റിൽ മെല്ലെ ആടും. ആ വെളുത്ത പൂക്കളുടെ സുഗന്ധം ചുറ്റും പരന്ന് അന്തരീക്ഷം മുഴുവനും പുണ്യമയമാക്കും. പിന്നീട് കോവിലകത്തെ വിശാലമായ പൂന്തോട്ടത്തിലേക്ക് കടന്ന് വിരിഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂക്കളും ചെമ്പരത്തിയും തെച്ചിയും തുളസിയും മറ്റു പൂക്കളുമെല്ലാം വളരെ ശ്രദ്ധയോടെ പറിച്ചെടുക്കും. ഒരു പൂവിനെയും വേദനിപ്പിക്കാതെയായിരുന്നു അവളുടെ കരങ്ങൾ അവയെ സ്പർശിച്ചിരുന്നത്. ശേഷം ആ പൂക്കൾ മനോഹരമായ മാലയാക്കി കോർത്തെടുക്കും. ഓരോ മാലയിലും അവളുടെ ഭക്തിയും സ്നേഹവും നിറഞ്ഞിരിക്കും. ആ മാലകൾ ദിവസവും ക്ഷേത്രത്തിലെ ദേവിക്ക് അണിയിക്കാൻ എത്തിയിരുന്നതും മുല്ല തന്നെയായിരുന്നു. ഗ്രാമവാസികൾ പലപ്പോഴും പറയുമായിരുന്നു, മുല്ലയുടെ കൈകൊണ്ട് കോർത്ത മാലയ്ക്ക് വേറൊരു സുഗന്ധമാണ്. അത് പൂവിൻ്റെ മണം മാത്രമല്ല, അവളുടെ മനസ്സിൻ്റെ നന്മയുടെ മണമാണ്. ജനനി ഓരോ വരിയും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചുറ്റുമുള്ള ലോകം അപ്രത്യക്ഷമാവുന്നത് പോലെ അവൾ ഇനിയൊരു പുസ്തകം വായിക്കുകയല്ല, ആ കാലഘട്ടം സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുകയായിരുന്നു. സന്ധ്യയുടെ സ്വർണ്ണപ്രഭയിൽ മുങ്ങിയിരുന്നു ചന്ദ്രവിലാസം കോവിലകം. വർഷങ്ങളുടെ ആയോധന കലാപഠനവും പരിശീലനവും പൂർത്തിയാക്കി ഇളയ തമ്പുരാൻ ആര്യൻദേവ് അന്ന് സ്വന്തം കോവിലകത്തിലേക്ക് മടങ്ങിയെത്തിയ ദിവസമായിരുന്നു.
കോവിലമാകെ ആഘോഷത്തിൻ്റെ പ്രതീതിയായിരുന്നു. സേവകരും കുടുംബാംഗങ്ങളും സന്തോഷത്തോടെ ഇളയ തമ്പുരാനെ സ്വീകരിച്ചു. എല്ലാവരുടെയും സ്നേഹവും ആശംസകളും ഏറ്റുവാങ്ങിയ ശേഷം യാത്രയുടെ ക്ഷീണം മാറ്റാനായി ആര്യൻ മുകളിലെ തൻ്റെ പഴയ മുറിയിലേക്ക് കയറി. വർഷങ്ങൾക്ക് ശേഷം ആ മുറിയിലേക്ക് വീണ്ടും കയറുമ്പോൾ ബാല്യത്തിൻ്റെ ഓർമ്മകൾ ഓരോന്നായി അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ പതിയെ മുറിയിലെ ബാൽക്കണിയിലേക്ക് നടന്നു. ആ ബാൽക്കണിയിൽ നിന്ന് നോക്കിയ കോവിലകത്തിൻ്റെ വിശാലമായ പൂന്തോട്ടവും അതിനോട് ചേർന്നുള്ള ആ ചെറിയ ചായ്പും വ്യക്തമായി കാണാമായിരുന്നു. ആര്യൻ്റെ ദൃഷ്ടി അങ്ങോട്ട് പതിഞ്ഞു. ചായ്പിനരികിൽ പടർന്നു നിൽക്കുന്ന വലിയ മുല്ലപ്പന്തലിന് കീഴിൽ ആരോ ഇരിക്കുന്നതായി അവൻ കണ്ടു. വെളുത്ത ധാവണിയും ഇളം പച്ച പാവാടയും ധരിച്ച ഒരു യുവതി. അവളുടെ മടിയിൽ നിറയെ വിരിഞ്ഞ മുല്ലപ്പൂക്കൾ. മെലിഞ്ഞ വിരലുകൾ കൊണ്ട് അവൾ അതിവേഗം എന്ന അതീവ ശ്രദ്ധയോടെ മുല്ലമാല കോർക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അവൾ പൂക്കളെ മുഖത്തോട് ചേർത്തുകൊണ്ട് അവയുടെ സുഗന്ധം ആസ്വദിക്കും. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് കേട്ടതുപോലെ മുല്ലപ്പന്തൽ കാറ്റിൽ മെല്ലെ ആടിയുലഞ്ഞു. ഒരു ചെറിയ കുരുവി പറന്നു വന്ന് അവളുടെ അരികിലിരുന്നു. വിശക്കുന്നോ? അവൾ ചിരിച്ചുകൊണ്ട് കുറച്ച് അരിമണികൾ അതിൻ്റെ മുന്നിലേക്ക് വിതറി. കുരുവി കൊത്തി തിന്നുന്നത് നോക്കി അവൾ കൊച്ചുകുട്ടിയെപ്പോലെ സന്തോഷിച്ചു. ആ കാഴ്ച കണ്ട ആര്യൻ്റെ ചുണ്ടുകളിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇവൾ പൂക്കളോടും കിളികളോടും സംസാരിക്കുകയാണോ? അവൻ്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറിയില്ല. അവളുടെ മുഖത്തെ നിഷ്കളങ്കമായ പുഞ്ചിരിയും പൂക്കളെ തലോടുന്ന കരങ്ങളും പ്രകൃതിയോട് ഇഴകിച്ചേർന്ന ആ പെരുമാറ്റവും ആര്യൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു ശാന്തത നിറഞ്ഞു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. ആര്യ, എന്താ ഇത്ര ശ്രദ്ധിച്ചു നോക്കുന്നേ? തിരിഞ്ഞു നോക്കിയപ്പോൾ നേരെ മൂത്ത സഹോദരൻ രുദ്രൻദേവ്. ആര്യൻ വീണ്ടും താഴേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, രുദ്രേട്ടാ, ആ മുല്ലപ്പന്തലിന് കീഴിലിരിക്കുന്ന മാല കോർക്കുന്ന ആ പെൺകുട്ടി ആരാ? രുദ്രൻദേവ് താഴെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു. അവളോ? അവളുടെ പേര് മുല്ല. നമ്മുടെ പൂന്തോട്ടം പരിപാലിക്കുന്ന ശേഖരൻ്റെയും ഭാര്യ മാലയുടെയും ഏക മകളാ. നീ പോയതിനു ശേഷം അവര് വന്നത്. വർഷങ്ങളായി കുടുംബം ചന്ദ്രവിലാസം കോവിലകത്തെ സേവിക്കുന്നവരാ. ശേഖരനും മാലയും ഇല്ലാത്ത ദിവസം ഈ പൂന്തോട്ടത്തിന് ഒരു ഉണർവും ഉണ്ടാകില്ല. ഒന്ന് നിർത്തിയ ശേഷം രുദ്രൻ തുടർന്നു. മുല്ല ഈ പൂക്കൾക്കിടയിലാണ് വളർന്നത്. പൂക്കളും ചെടികളും കിളികളും അവളുടെ ജീവനാ. ദിവസവും ദേവിക്കുള്ള മാല കോർക്കുന്നതും അവൾ തന്നെയാ. ആര്യൻ നിശബ്ദനായി കേട്ടുനിന്നു. താഴെയാണെങ്കിൽ മുല്ല കോർത്തെടുത്ത ആ മാല നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ആ കാഴ്ചയിൽ നിന്ന് ആര്യന് കണ്ണെടുക്കാൻ തോന്നിയില്ല. അവൻ്റെ ചുണ്ടുകൾ അറിയാതെ ആ പേര് മന്ത്രിക്കുന്നത് പോലെ ഉരുവിട്ടു. മുല്ല. ആ രാത്രിയിൽ പൂർണ്ണചന്ദ്രന്റെ വെള്ളിനിലാവ് ചന്ദ്രവിലാസം കോവിലകത്തെ ഒരു സ്വപ്നലോകമാക്കി മാറ്റിയിരുന്നു. നടുമുറ്റവും തുളസിത്തറയും മുല്ലപ്പന്തലും വെള്ളി നിറമുള്ള പ്രകാശത്തിൽ കുളിച്ചു നിന്നു. രാത്രിക്കാറ്റിൽ കലർന്ന മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അന്തരീക്ഷത്തെ കൂടുതൽ മനോഹരമാക്കി. സ്വന്തം മുറിയുടെ ബാൽക്കണിയിൽ നിന്നിരുന്ന ആര്യൻദേവ് താഴേക്ക് നോക്കി. ആ സുഗന്ധം അവൻ്റെ ഹൃദയത്തിൽ പറയാനാകാത്തൊരു കാത്തിരിപ്പ് ഉണർത്തി. എന്തിനോ ആർക്കോ എന്ന പോലെ അവൻ്റെ മനസ്സ് കാത്തിരുന്നു. അപ്പോഴാണ് ചായപ്പിൻ്റെ വാതിൽ പതിയെ തുറന്നത്. കയ്യിൽ ചെറിയൊരു വിളക്കുമായി മുല്ല പുറത്തേക്ക് വന്നു. നിലാവിൻ്റെ വെളിച്ചം അവളുടെ മുഖത്ത് വീണപ്പോൾ അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കത കൂടുതൽ തിളങ്ങി. അവൾ പതിയെ നടന്ന് മുല്ലപ്പന്തലിൻ്റെ ചുവട്ടിലെത്തി. വിരിഞ്ഞു നിന്ന വെള്ളമുല്ലകൾ ഓരോന്നായി വിരൽ തുമ്പ് കൊണ്ട് തലോടി. എൻ്റെ പൊന്നു മുല്ലകളെ, ഇത്രയും മനോഹരമായി വിരിഞ്ഞോ നിങ്ങൾ? കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത് പോലെ അവൾ പൂക്കളോട് മൃദുവായി പറഞ്ഞു. ഒരു പൂവ് പറിച്ച് മൂക്കിനോട് ചേർത്ത് കണ്ണുകളടച്ച ആ സുഗന്ധം ആഴത്തിൽ ശ്വസിച്ചപ്പോൾ അവളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി കണ്ട നിലാവ് പോലും അസൂയപ്പെടുമായിരുന്നു. അത് കണ്ടിരുന്ന ആര്യൻ്റെ ചുണ്ടിലും അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ മുല്ലപ്പൂവേ, അവൻ്റെ ഹൃദയം നിശബ്ദമായി മന്ത്രിച്ചു. നിലാവിൽ നിൽക്കുന്ന അവളെ നോക്കി അവൻ ചിന്തിച്ചു. നിലാവ് മനുഷ്യരൂപം ധരിച്ച ഒരു പക്ഷേ എങ്ങനെയായിരിക്കും? അപ്പോഴാണ് ആരോ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നൽ മുല്ലയുടെ മനസ്സിലൂടെ കടന്നു പോയത്. അവൾ പതിയെ തല ഉയർത്തി. ആ നിമിഷം ബാൽക്കണിയിൽ നിന്നിരുന്ന ആര്യൻ്റെ കണ്ണുകൾ നേരെ അവളുടെ കണ്ണുകളുമായി കൊരുത്തു. ഒരു നിമിഷം സമയം പോലും നിശ്ചലമായതുപോലെ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ സൗന്ദര്യം അവൾ ഒരു നിമിഷം അറിയാതെ നോക്കി നിന്നു. മുല്ലയുടെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. ഇതാണോ കോവിലകത്തിൻ്റെ ഇളയ തമ്പുരാൻ? അവൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നല്ലോ. ആയോധന കലയിലെ പ്രഗത്ഭൻ, വീരനും വിനയശീലനും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇളയ തമ്പുരാൻ. വൈകുന്നേരം ആള് വന്നെന്ന് അച്ഛൻ വഴി അറിഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്.
അവൻ്റെ ആ നോട്ടത്തിൻ്റെ തീവ്രത താങ്ങാനാവാതെ നാണം പൂണ്ട അവൾ കണ്ണുകൾ താഴ്ത്തി. കവിളുകൾ നിലാവിനേക്കാളും ചുവന്നിരുന്നു. മുഖം തിരിഞ്ഞു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും മനസ്സ് അവളെ വീണ്ടും ഒരിക്കൽ കൂടി നോക്കാൻ നിർബന്ധിച്ചു. ധൈര്യം സംഭരിച്ച് അവൾ വീണ്ടും പതിയെ തല ഉയർത്തി. ആര്യൻ്റെ കണ്ണുകൾ ഇപ്പോഴും അവളിൽ തന്നെ. ആ നോട്ടത്തിൽ അഹങ്കാരമില്ല, ആജ്ഞയില്ല, പകരം മറ്റെന്തൊക്കെയോ കലർന്നിരുന്നു. അറിയാതെ ഒരു കുഞ്ഞു പുഞ്ചിരി മുല്ലയുടെ ചുണ്ടിൽ വിരിഞ്ഞു. ആ പുഞ്ചിരി കണ്ട നിമിഷം ആര്യൻ്റെ ഹൃദയം മന്ത്രിച്ചു. ഈ പൂർണ്ണചന്ദ്രൻ്റെ നിലാവിനേക്കാൾ മനോഹരമായത് ഇവളുടെ ഈ പുഞ്ചിരിയാണ്. ആ പുഞ്ചിരി അവൻ്റെ മനസ്സിൽ എന്നേക്കുമായി പതിഞ്ഞു. ഒരു നിമിഷത്തേക്ക് ആര്യൻ അറിയാതെ ബാൽക്കണിയുടെ കൈവരിയിൽ ചാരി അവളെ തന്നെ നോക്കി നിന്നു. മുല്ലയ്ക്ക് ആ നോട്ടം സഹിക്കാനായില്ല. ഹൃദയം നിയന്ത്രണം വിട്ട് മിടിക്കുകയായിരുന്നു. ഇനിയും ഒരു നിമിഷം ഇവിടെ നിന്നാ എൻ്റെ മനസ്സ് മുഴുവൻ ഈ തമ്പുരാൻ്റെ കണ്ണുകളിൽ അലിഞ്ഞു പോകും, അവൾ സ്വയം മനസ്സിൽ പറഞ്ഞ് വേഗത്തിൽ തിരിഞ്ഞ് അകത്തേക്ക് നടക്കാൻ തുടങ്ങി. വാതിലിൻ്റെ പടിയിലെത്തിയപ്പോൾ എന്തോ ഒരു ശക്തി അവളെ വീണ്ടും പിന്നിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചു. ഒരൊറ്റ നിമിഷം അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി. ആര്യൻ അപ്പോഴും അവളെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഇരുവരുടെയും ചുണ്ടുകളിൽ ഒരേ സമയം ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം നാണത്തിൽ മുല്ല വേഗത്തിൽ മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി. വാതിൽ ചാരി അടച്ച ശേഷം അതിൽ ചാരി നിന്ന് അവൾ സ്വന്തം ഹൃദയമിടിപ്പ് കൈകൊണ്ട് അമർത്തി പിടിച്ചു. പുറത്ത് ബാൽക്കണിയിൽ നിന്നിരുന്ന ആര്യൻദേവ് ആ അടഞ്ഞ വാതിലിലേക്ക് നോക്കി മന്ദഹസിച്ചു. പിറ്റേന്ന് കോവിലകത്തെ പറമ്പിൽ മുല്ല പശുക്കിടാവിനെ മേയ്ക്കുകയാണ്. ഇടയിൽ അതിനോട് കിന്നാരം പറയുന്നുണ്ട്. അതിനിടയിൽ അതിനെ മരത്തിൽ കെട്ടിയിട്ട് അവൾ പറമ്പിലൂടെ നടന്ന് പേരമര ചുവട്ടിലെത്തി. അവൾ അതിൽ നിന്നും ഏന്തി വലിഞ്ഞ് പേരക പറിക്കുകയാണ്. ആ നേരത്താണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. അവൻ വന്നത് അവൾ കണ്ടില്ല. അവൻ ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്ന് ചൂളമടിച്ചു. ചൂളമടി ശബ്ദം കേട്ട് മുല്ല തിരിഞ്ഞു നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല. മുല്ല വീണ്ടും പേരക്ക പറിക്കാൻ ഏന്തി വലിഞ്ഞു. അപ്പോഴാണ് വീണ്ടും ചൂളമടി ശബ്ദം കേൾക്കുന്നത്. ആരവിടെ? അവൾ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. മരങ്ങൾക്ക് പിന്നിൽ ഒളിച്ചു നിന്ന ആര്യൻദേവ് അവളുടെ പരിഭ്രമം കണ്ട് ചിരി അടക്കുകയായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നേരെ മുന്നിൽ വാ, മുല്ല വിളിച്ചു പറഞ്ഞതോടെ ആര്യൻ മരത്തിൻ്റെ മറവിൽ നിന്ന് പുറത്തേക്ക് വന്നു. തമ്പുരാനോ? മുല്ല ഞെട്ടി കൈകൾ കൂപ്പി. ഇത്രയും നേരം പേരക്കയോട് യുദ്ധം ചെയ്യുന്നത് കണ്ടല്ലോ. ആര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് എത്തുന്നില്ല, മുല്ല നാണത്തോടെ മറുപടി നൽകി. ആര്യൻ അനായാസം കുറച്ച് പഴുത്ത പേരക്കകൾ പറിച്ച് ഏറ്റവും വലുത് അവൾക്ക് നൽകി. ഇതാ പിടിച്ചോ. നന്ദി തമ്പുരാന് എന്ന് പറഞ്ഞ മുല്ല അത് വാങ്ങി. അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരി കണ്ടപ്പോൾ ആര്യൻ്റെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾക്ക് എന്തോ നാണം തോന്നി. തലേ ദിവസം രാത്രിയിലെ അവൻ്റെ നോട്ടം ഓർമ്മ വന്നതും അവൾക്ക് പിന്നീട് അവിടെ നിൽക്കാൻ തോന്നിയില്ല. അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. അവളുടെ ഓട്ടം കണ്ടതും ആര്യനിൽ ചിരി വിരിഞ്ഞു. വാളും വില്ലും കൈകാര്യം ചെയ്യാൻ പഠിച്ച ഈ ഹൃദയം ഒരു പെൺകുട്ടിയുടെ ഹൃദയത്തിന് മുന്നിൽ ഇത്രയും ദുർബലമാകുമോ? അറിയാതെ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. ആദ്യമായി അവൻ മനസ്സിലാക്കി, അത് വെറും കൗതുകമല്ല. ആദ്യ കാഴ്ചയിൽ തന്നെ അവൻ്റെ ഹൃദയത്തിൽ പ്രണയത്തിൻ്റെ ആദ്യ മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ ഒരു നിമിഷം കൂടി അവളുടെ ആ പോക്ക് നോക്കി നിന്നു. പിന്നെ നിശബ്ദമായി തിരിഞ്ഞു നടന്നു. എന്നാൽ അവൻ്റെ ഓരോ ചുവടിലും ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും ഒരേ ഒരു പേരായിരുന്നു മുഴങ്ങിക്കൊണ്ടിരുന്നത്, മുല്ല. പുലർച്ചെ മുല്ല ക്ഷേത്രത്തിലേക്ക് പൂക്കൾ കൊണ്ട് പോകുമ്പോൾ ആര്യൻ കുതിരപ്പുറത്ത് പരിശീലനത്തിന് പോകും. ഓരോ ദിവസവും ഇരുവരും ഒരു നിമിഷം മാത്രം പരസ്പരം നോക്കും. ഒരു വാക്ക് പോലും സംസാരിക്കുമായിരുന്നില്ല. പക്ഷെ ഇരുവരുടെയും കണ്ണുകൾ 1000 വാക്കുകൾ പറയുമായിരുന്നു. ഒരു ദിവസം മഴ പെയ്തു തോർന്ന സന്ധ്യയിൽ ക്ഷേത്രക്കുളത്തിലെ പടവിൽ മുല്ല ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന മുല്ലമാല കെട്ടുന്നതിനിടയിൽ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. മുല്ലപ്പൂവേ. മുല്ല തിരിഞ്ഞു നോക്കിയതും പിന്നിൽ ആര്യൻ. അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. തമ്പുരാനെ? തമ്പുരാനല്ല, ആര്യൻ മൃദുവായി പറഞ്ഞു. എന്നെ ആര്യൻ എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ആര്യേട്ടൻ എന്നും ആവാം. മുല്ല ചെറുതായി തല കുനിച്ചു. എനിക്കതിന് കഴിയില്ല, അവൾ മറുപടി പറഞ്ഞു. എന്തുകൊണ്ട്? നിങ്ങൾ ആകാശ, ഞാൻ ഭൂമിയും. ആകാശത്തെ ഭൂമി പേര് വിളിക്കാറില്ല. ആ വാക്കുകൾ കേട്ട് ആര്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആകാശം എത്ര ഉയരത്തിലാണെങ്കിലും മഴയായി ഭൂമിയിലേക്കല്ല വരുന്നത്. ആര്യൻ്റെ ആ വാക്കുകളിൽ മുല്ലയുടെ കവിളുകൾ നാണത്താൽ ചുവന്നു. അവളിലെ നാണം അവൻ നോക്കി നിന്നു. മറ്റൊരു ദിവസം പൂന്തോട്ടമാകെ പ്രഭാതത്തിൻ്റെ ഇളം വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു.
നിറയെ വിരിഞ്ഞ പൂക്കളും അവയെ ചുറ്റിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും തേൻ വണ്ടുകളും ആ പൂന്തോട്ടത്തിന് ജീവനേകി. മുല്ല പതിവ് പോലെ ഓരോ പൂവിൻ്റെയും അരികിലൂടെ നടന്നു. അവൾ ഓരോ ചെടിയെയും സ്നേഹത്തോടെ തലോടി. ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ, ഇങ്ങനെ എന്നും ചിരിക്കണം കേട്ടോ. ഒരു റോസാപ്പൂവിൻ്റെ ഇതളുകളിൽ വിരൽ തൊട്ടുകൊണ്ട് അവൾ പുഞ്ചിരിച്ചു. തൊട്ടടുത്ത മരക്കൊമ്പിലിരുന്ന ഒരു കിളി ചിലച്ചപ്പോൾ അവൾ അതിലേക്ക് നോക്കി. ആഹാ, നീയുണ്ടല്ലോ, ഇന്നെന്താ ഇത്ര സന്തോഷം? പാട്ടൊക്കെയും പാടുന്നുണ്ടല്ലോ. അവളുടെ ആ നിഷ്കളങ്കമായ സംസാരവും പുഞ്ചിരിയും മറന്നു നിന്ന ഒരാൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അല്പം അകലെ വലിയൊരു മാവിൻ്റെ മറവിൽ തൻ്റെ കുതിരയെ നിർത്തി ആര്യൻ നിശബ്ദനായി നിന്നു. കണ്ണുകളിൽ കൗതുകവും ചുണ്ടുകളിൽ അറിയാത്തൊരു പുഞ്ചിരിയും. ഇവൾ ശരിക്കും പൂക്കളോടും പക്ഷികളോടും സംസാരിക്കുകയാണോ, അതോ ഇവൾക്ക് മാത്രമുള്ള ഒരു ലോകമാണോ ഇത്? അവൻ മനസ്സിൽ ചിന്തിച്ചു. മുല്ലയെ നോക്കി നിൽക്കും തോറും അവൻ്റെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു വാത്സല്യം നിറഞ്ഞു. അപ്പോഴായിരുന്നു പാതയോരത്ത് ഉണങ്ങിയ ഒരു മുള്ള് മുല്ലയുടെ നഗ്നപാദത്തിൽ ആഴത്തിൽ കുത്തിക്കയറുന്നത്. വേദനയോടെ അവൾ ചെറുതായി നിലവിളിച്ചു. ഉടനെ അടുത്തുള്ള കല്ലിലിരുന്ന് കാൽ ഉയർത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. അത് കണ്ട നിമിഷം തന്നെ ആര്യൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. മുല്ല. അറിയാതെ അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് ആ പേര് പുറത്തു വന്നു. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അവൻ മരത്തിൻ്റെ മറവിൽ നിന്ന് പുറത്തേക്കിറങ്ങി അവളുടെ അരികിലേക്ക് ഓടിയെത്തി. കാലച്ച കേട്ട മുല്ല ഞെട്ടി തല ഉയർത്തി. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആര്യനെ കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലായി. ആര്യനൊന്നും പറയാതെ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. കാണിക്കൂ. ഗംഭീരമല്ലെങ്കിലും സ്നേഹം നിറഞ്ഞ ശബ്ദം. മുല്ല നാണത്തോടെ കാൽ പിന്നിലേക്ക് വലിച്ചു. വേണ്ട, എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ലായിരുന്നെങ്കിൽ ആ കണ്ണിൽ ഇത്ര വേദന ഉണ്ടാകില്ല. അവൻ്റെ വാക്കുകളിൽ കൽപ്പനയേക്കാൾ കരുതലായിരുന്നു. മുല്ല പതിയെ കാൽ നീട്ടിക്കൊടുത്തു. ആര്യൻ അവളുടെ പാദം സൂക്ഷ്മമായി കൈകളിലെടുത്ത് മുള്ള ആഴത്തിൽ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ നെറ്റി ചുളിഞ്ഞു. അല്പം വേദനിക്കും. മുല്ല തലകുലുക്കി. അവൻ വളരെ ശ്രദ്ധയോടെ മുള്ളു പുറത്തെടുത്തു. മുല്ല അറിയാതെ അവൻ്റെ തോളിൽ പിടിച്ചുപോയി. മുള്ളു പുറത്തു വന്നതോടെ വേദന കുറഞ്ഞു. ആര്യൻ അടുത്തുണ്ടായിരുന്ന ഔഷധച്ചെടിയുടെ ഇല പൊട്ടിച്ച് കൈകളിൽ ഞെരടി അതിൻ്റെ നീര് മുറിവിൽ പുരട്ടിക്കൊടുത്തു. ഇനി വേദന കുറയും. മുല്ല അത്ഭുതത്തോടെ അവനെ നോക്കി. അങ്ങേക്ക് ഇതൊക്കെ അറിയാമോ? അവളുടെ ചോദ്യം കേട്ട് ആര്യൻ ചെറുതായി പുഞ്ചിരിച്ചു. ആയോധന കല പഠിപ്പിക്കുമ്പോൾ വാളുപയോഗിക്കാൻ മാത്രമല്ല, മുറിവ് ഭേദമാക്കാനും പഠിപ്പിക്കും. അവൻ്റെ മറുപടി കേട്ട് മുല്ലയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ ആദ്യമായി പരസ്പരം ഉടക്കി. ആ നോട്ടത്തിൽ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇരുവരുടെയും ഹൃദയങ്ങൾ അറിയാതെ പ്രണയത്തിൻ്റെ ആദ്യ സ്പന്ദനം കേട്ടു തുടങ്ങി. ആര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. മുല്ലപ്പൂവേ. അവൻ്റെ മൃദുവായ വിളി കേട്ട് മുല്ല പതിയെ തല ഉയർത്തി. എന്താ എന്താ തമ്പുരാനെ? നാണം കലർന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിക്കളിച്ചു. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ചുറ്റും നിറഞ്ഞു നിന്നു. പിന്നെ ശാന്തമായി അവൻ പറഞ്ഞു, എൻ്റെ മുറിയുടെ വരാന്തയിൽ എനിക്കൊരു മുല്ലച്ചെടി നട്ടുപിടിപ്പിച്ചു തരുമോ? മുല്ലയുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. തമ്പുരാൻ്റെ വരാന്തയിലോ? അതെ. അതെന്തിനാ? അവൾ നിഷ്കളങ്കമായി ചോദിച്ചു. ആര്യൻ ചെറുചിരിയോട് മറുപടി പറഞ്ഞു. എല്ലാ പ്രഭാതത്തിലും ആ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എന്നെ ഉണർത്തണം. ആ പൂക്കൾ വിരിയുമ്പോഴൊക്കെ ആരോ എന്നെ ഓർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം. പൂക്കാറായ ചെടി വേണം കേട്ടോ. ആ വാക്കുകൾ കേട്ട് മുല്ലയുടെ കവിളുകൾ ചുവന്നു തൊടുത്തു. അവൾ നാണത്തോടെ തല താഴ്ത്തി. ഞാൻ നാളെ തന്നെ നല്ലൊരു തായി കൊണ്ടുവന്ന് തരാൻ തമ്പുരാനെ, മുല്ല പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നീ തന്നെയായിരിക്കണം അത് നട്ടുപിടിപ്പിക്കേണ്ടത്. നീ തന്നെ ആയിരിക്കണം എന്നും വന്ന് അതിന് വെള്ളം ഒഴിക്കേണ്ടത്. അതെന്താ അങ്ങനെ പറയുന്നത്? മുല്ല ചോദിച്ചതും ആര്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മൃദുവായി പറഞ്ഞു. കാരണം നിന്റെ കൈകൊണ്ട് നട്ട ചെടി മാത്രമേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകൂ. ആ വാക്കുകൾ കേട്ട് മുല്ലയുടെ ഹൃദയം അറിയാതെ മിടിച്ചുയർന്നു. മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു. അവളുടെ ആ പുഞ്ചിരി കണ്ടു നിന്ന ആര്യന് തോന്നി, തൻ്റെ വരാന്തയിൽ വിരിയാൻ പോകുന്നത് ഒരു മുല്ലച്ചെടി മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രണയവുമാണെന്ന്. സന്ധ്യയുടെ മൃദുവായ വെളിച്ചം ചന്ദ്രവിലാസം കോവിലകത്തിൻ്റെ വരാന്തകളിലൂടെ അകത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. കയ്യിൽ വലിയൊരു മുല്ലച്ചെടിയുമായി മുല്ല പതിയെ ആര്യൻ ദേവിൻ്റെ മുറിയുടെ മുന്നിലെത്തി. ഹൃദയം എന്തിനോ പതിവിലുമധികം ഇടിക്കുന്നുണ്ടായിരുന്നു.
ആര്യൻ പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഈ മുല്ലച്ചെടി എൻ്റെ മുറിയിലെ ബാൽക്കണിയിൽ നീ തന്നെയാണ് നട്ടു തരേണ്ടത്. നീ തന്നെ വന്ന് എന്നും വെള്ളം ഒഴിക്കണം. ആ ഓർമ്മയിൽ അറിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആര്യൻ്റെ മുറിയുടെ വാതിലിന് മുന്നിലെത്തിയപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. കൈകൾ ചെറുതായി വിറച്ചു. എന്തിനാണെന്നറിയില്ല. പക്ഷേ അവനെ കാണാനിരിക്കുന്ന ആ നിമിഷം അവളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാനാകാത്തൊരു മധുര പരിഭ്രമം നിറഞ്ഞു. പതിയെ വാതിലിൽ മുട്ടി. തമ്പുരാനെ. അകത്തുനിന്ന് ഉടനെ മറുപടി വന്നു. മുല്ലപ്പൂവേ, അകത്തേക്ക് വന്നോളൂ. ആ വിളിയിൽ പതിവിലും അധികം വാത്സല്യമുണ്ടായിരുന്നു. ആ ഒരൊറ്റ വിളി കേട്ടതും അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തു. വാതിൽ പതിയെ തുറന്നവൾ അകത്തേക്ക് കയറി. വിശാലമായ മുറിയിൽ ചന്ദനത്തിന്റെ സുഗന്ധം നിറഞ്ഞു നിന്നു. തുറന്ന ബാൽക്കണിയിലൂടെ ഒഴുകിയെത്തുന്ന കാറ്റ് വെള്ള തിരശീലകളെ മെല്ലെ തഴുകി. ആര്യൻ ബാൽക്കണിയോട് ചേർന്ന് നിന്നുകൊണ്ട് പൂന്തോട്ടത്തിലേക്ക് നോക്കുകയായിരുന്നു. അവളുടെ കാലച്ച കേട്ടത് അവൻ പതിയെ തിരിഞ്ഞു. അവളെ കണ്ട നിമിഷം അവൻ്റെ കണ്ണുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എൻ്റെ മുല്ലച്ചെടി കൊണ്ടുവന്നോ? മുല്ലച്ചെടി ചട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ നാണത്തോടെ തലയാട്ടി. ഏറ്റവും നല്ല ചെടിയാണ് തിരഞ്ഞെടുത്തത്. ആര്യൻ അവളുടെ അടുത്തേക്ക് വന്നു. ഇരുവരും ഇപ്പോൾ വളരെ അടുത്തായിരുന്നു. അവൻ്റെ സാമീപ്യം അറിഞ്ഞതും മുല്ലയുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. നിനക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല. എവിടെയാ നടയേണ്ടേ? അവൾ നാണം മറക്കാൻ വേണ്ടി ചോദിച്ചു. ആര്യൻ ബാൽക്കണിയുടെ ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടി. ദേ അവിടെ. രാവിലെ കണ്ണു തുറന്ന ആദ്യം എൻ്റെ കണ്ണിൽ പതിക്കേണ്ടത് ഈ മുല്ലച്ചെടിയാ. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൻ മെല്ലെ കൂട്ടിച്ചേർത്തു. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് നിന്നെ ഓർക്കാതിരിക്കാനാവില്ല. മുല്ലയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തു. ഒന്നും മിണ്ടാതെ അവൾ ബാൽക്കണിയുടെ അരികിലേക്ക് നടന്നു. വലിയൊരു മൺചട്ടി അവിടെ ഉണ്ടായിരുന്നു. അതിലെ മണ്ണ് മെല്ലെ നീക്കി അതീവ കരുതലോടെ മുല്ലച്ചെടി നട്ടു. ആര്യൻ അത്രയും നേരം അവളെ തന്നെ നോക്കി നിന്നു. കാറ്റിൽ ഇളകിയാടുന്ന അവളുടെ മുടിയിഴകൾ, നെറ്റിയിൽ വീണിരുന്ന കുഞ്ഞുമുടി, ചെടിയെ താലോലിക്കുന്നത് പോലെ മൃദുവായി മണ്ണമർത്തുന്ന വിരലുകൾ. ആ കാഴ്ചയിൽ നിന്ന് കണ്ണ് പിൻവലിക്കാൻ അവന് കഴിഞ്ഞില്ല. ചെടി നട്ടു കഴിഞ്ഞ് മുല്ല എഴുന്നേറ്റു. ചെടി കുറച്ചുകൂടി വലുതായ ഇനി ദിവസവും പൂക്കുത്. തമ്പുരാനെ, മുറി മുഴുവനും മുല്ലപ്പൂവിൻ്റെ മണം നിറയും. ആര്യൻ അവളുടെ അരികിലേക്ക് വന്നു. ഇപ്പോൾ ഇരുവരുടെ ഇടയിൽ ഒരു കയ്യകലമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുല്ലച്ചെടിയിലേക്കൊന്ന് നോക്കി, പിന്നെ അവളുടെ മിഴികളിലേക്ക്. ഈ മുല്ല വിരിയുമ്പോഴും അതിൻ്റെ മണമല്ല ഞാൻ അറിയുക. അവൻ്റെ ശബ്ദം പതിഞ്ഞു. എൻ്റെ മനസ്സിൽ ആദ്യം നിറയുക നീയായിരിക്കും മുല്ലപ്പൂവേ. ആ വാക്കുകൾ കേട്ടപ്പോൾ മുല്ല പതിയെ തല ഉയർത്തി. അവളുടെ മിഴികളിൽ നാണവും സ്നേഹവും ഒരുപോലെ നിറഞ്ഞു നിന്നു. തമ്പുരാനെ, എനിക്കതിന് അർഹതയുണ്ടോ? അവൾ വിറയുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ആര്യൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ മെല്ലെ പുഞ്ചിരിച്ചു. അർഹത എന്നത് സ്നേഹത്തിന് അളക്കാനുള്ള ഒന്നല്ല മുല്ല, അവൻ മൃദുവായി പറഞ്ഞു. മുല്ലയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊരു സാധാരണക്കാരൻ്റെ മകളല്ല തമ്പുരാനെ. നിങ്ങൾ ഈ കോവിലകത്തിൻ്റെ ഇളയ തമ്പുരാനും. പദവിയോ സമ്പത്തോ നോക്കിയല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത്. നിന്നിലെ നന്മയാണ് ഞാൻ പ്രണയിച്ചത്. മുല്ലയുടെ കണ്ണിലൂടെ ഒരു കണ്ണുനീർത്തുള്ളി കവിളിലേക്ക് ഒഴുകി. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. ആ നോട്ടത്തിൽ വാക്കുകളില്ലായിരുന്നു. പക്ഷേ പറയാതെ പറഞ്ഞ പ്രണയം നിറഞ്ഞിരുന്നു. നാണത്താൽ പുഞ്ചിരിച്ച മുല്ല മെല്ലെ തലകുനിച്ചു. ആര്യൻ അവളുടെ കൈയെടുത്ത് ചുംബിച്ചതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവനിൽ നിന്നും കൈയെടുത്ത് മാറ്റി അവൾ നാണത്തോടെ മുറിവിട്ടിറങ്ങി. ഇതിനിടയിൽ വൈദ്യ പഠനത്തിന് പോയ ആദിദേവ് കോവിലകത്തേക്ക് തിരിച്ചെത്തി. ആദിയുടെ കണ്ണുകളും മുല്ലയെ തേടിയെത്തുന്നത് ആര്യനോ മുല്ലയോ അറിഞ്ഞിരുന്നില്ല. സന്ധ്യയുടെ സ്വർണ്ണ നിറം പൂന്തോട്ടത്തിലാകെ പടർന്നിരുന്നു. മുല്ലപ്പന്തലിൽ നിന്നും പരന്ന മണം ഇളങ്കാറ്റിനൊപ്പം ഒഴുകി. അകലെ ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള ചെണ്ടമേളത്തിൻ്റെ ശബ്ദം അന്തരീക്ഷത്തെ ഉത്സവമയമാക്കി. കോവിലകത്തിൽ നിന്നും എല്ലാവരും ക്ഷേത്രത്തിലേക്ക് പോയിരുന്നു. ഒപ്പം പൂന്തോട്ടം പരിപാലിക്കുന്ന ശേഖരനും മാലിയും. വിശാലമായ പൂന്തോട്ടത്തിൽ ആ നിമിഷം മുല്ല മാത്രമായിരുന്നു. പിറ്റേ ദിവസം പൂജയ്ക്കായി ദേവിക്ക് ചാർത്താനുള്ള മുല്ലമാല ഒരുക്കാനായി അവൾ മുല്ലപ്പന്തലിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഓരോ മുല്ലമൊട്ടും ശ്രദ്ധയോടെ പറിച്ചെടുക്കുകയായിരുന്നു. ഇതും കൂടി. അവളുടെ വിരലുകൾ മൃദുവായി മുട്ടുകളെ തഴുകിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ മുകളിലെ കൊമ്പുകളിൽ വിരിഞ്ഞ ചില മുട്ടുകൾ കൈയെത്താത്ത ഉയരത്തിലായിരുന്നു. ഇതൊന്നു കൂടി കിട്ടിയിരുന്നെങ്കിൽ. അവൾ കാലുയർത്തി ഏന്തി വലിഞ്ഞു. എന്നിട്ട് എത്തുന്നില്ല.
അപ്പോഴായിരുന്നു ക്ഷേത്രത്തിൽ നിന്നും എന്തോ കാരണത്താൽ നേരത്തെ തിരികെ വന്ന ആര്യൻ ആ കാഴ്ച കണ്ടത്. വെള്ളമുണ്ടും മേൽമുണ്ടും ധരിച്ചിരുന്ന അവൻ കുറച്ചു നേരം ഒന്നും പറയാതെ അവളെ നോക്കി നിന്നു. കയ്യെത്താത്ത മുട്ടുകൾ പറിക്കാൻ കൊച്ചുകുട്ടിയെപ്പോലെ പാടുപെടുന്ന മുല്ലയെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു കുറുമ്പ് നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം അവൻ പതിയെ അവളുടെ പിന്നിലേക്കെത്തി. ഒരൊറ്റ നിമിഷം ആ അമ്മേ! മുല്ല ഞെട്ടി ശ്വാസം വിട്ടു. ആര്യൻ്റെ കരങ്ങൾ അവളുടെ അരയിൽ സാവധാനം താങ്ങി അവളെ ഉയർത്തിയിരുന്നു. പെട്ടെന്നുണ്ടായ സ്പർശത്തിൽ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. തമ്പുരാനെ! അവളുടെ മുഖം നാണത്താൽ ചുവന്നിരുന്നു. അങ്ങ് എന്തായി കാണിക്കുന്നേ? താഴെ ഇറക്ക്, ആരെങ്കിലും കാണും. ഭയവും നാണവും കലർന്ന സ്വരത്തിൽ അവൾ മൊഴിഞ്ഞു. ആര്യൻ ചുറ്റും ഒന്ന് നോക്കി. കണ്ണുകളിൽ കുറുമ്പ് നിറച്ച് പുഞ്ചിരിച്ചു. ഇപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും അമ്പലത്തിലാ. പെട്ടെന്ന് ആ മുട്ടുകൾ കൂടി പറിച്ചോളൂ, ഞാൻ പിടിക്കാം. വിട് തമ്പുരാനെ! അവൾ മൃദുവായി അവൻ്റെ തോളിൽ കൈവച്ച് താഴെ ഇറങ്ങാൻ ശ്രമിച്ചു. ആര്യൻ തല കുലുക്കി. വിടില്ല. തമ്പുരാനെ! ആദ്യം ആ മുട്ടുകൾ പറിക്കുക, അതിനുശേഷം ആലോചിക്കാം. മുല്ല നാണത്താൽ കണ്ണുകൾ അടച്ചു. ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ പറിക്കാനാ? എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ താഴെ വീഴാതെ നോക്കിയാൽ പോരെ? ആ വാക്കുകൾ കേട്ടപ്പോൾ മുല്ലയുടെ മിഴികൾ പതിയെ അവൻ്റെ കണ്ണുകളിലേക്ക് ഉയർന്നു. ആ നോട്ടത്തിൽ കുറുമ്പിനൊപ്പം കരുതലും ഉണ്ടായിരുന്നു. അറിയാതെ അവളുടെ ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. ഒടുവിൽ അവൾ നാണത്തോടെ കൈനീട്ടി മുകളിലെ മുല്ലമൊട്ടുകൾ ഓരോന്നായി പറിച്ചെടുത്തു. ഓരോ മുട്ടും അവളുടെ കൊട്ടയിലേക്ക് വീഴുമ്പോഴും അവളെ ചേർത്ത് താങ്ങി നിർത്തിയിരുന്ന ആര്യൻ്റെ മുഖത്ത് വിജയത്തിൻ്റെ കുട്ടിത്തം നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. അവൾ കൈ ഉയർത്തുമ്പോൾ അവളുടെ ധാവണിയുടെ സ്ഥാനം മാറി അവളുടെ വയറ് അവന് മുന്നിൽ അനാവൃതമായി. അവൻ്റെ കണ്ണുകൾ അവളുടെ അണിവയറിലേക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നുവെങ്കിലും പെട്ടെന്ന് അവൻ നോട്ടം മാറ്റിക്കളഞ്ഞു. മുല്ലപ്പൂകൾ പറിച്ചു കഴിഞ്ഞതും ആര്യൻ അവളെ പതിയെ നിലത്തിറക്കി. മുല്ലയുടെ കാലുകൾ നിലത്ത് തൊട്ടെങ്കിലും ഹൃദയം ഇപ്പോഴും അവൻ്റെ കൈകളുടെ ചൂടിൽ അലിഞ്ഞു നിൽക്കുകയായിരുന്നു. നാണം കൊണ്ട് അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. മിഴികൾ താഴ്ത്തി വിരലുകൾ കൊണ്ട് സാരത്തലപ്പ് പതിയെ ഞെരിച്ചുകൊണ്ട് അവൾ നിന്നു. ആര്യൻ അവൾ ഒരു നിമിഷം മൗനമായി നോക്കി. ആ നാണവും ആ നിഷ്കളങ്കതയും അവളുടെ കവളികളിൽ വിരിഞ്ഞിരുന്ന ആ ചുവപ്പും അവൻ്റെ ഹൃദയത്തെ കൂടുതൽ ആകർഷിച്ചു. അവൻ മെല്ലെ കൈയുയർത്തി അവളുടെ താടിയിൽ വിരലുകൾ സ്പർശിച്ചു. ആ സ്പർശത്തിൽ മുല്ലയുടെ ശരീരമാകെ ഒരു കുഞ്ഞു വിറയൽ പടർന്നു. അവളുടെ താടി പതിയെ ഉയർത്തി ആര്യൻ അവളുടെ മിഴികളിലേക്ക് നോക്കി. നാണത്താൽ വിറച്ചിരുന്ന ആ മിഴികൾ ഒടുവിൽ പതിയെ അവൻ്റെ കണ്ണുകളെ തേടി. മുല്ലപ്പന്തലിൽ നിന്ന് വീശിയെത്തിയ സുഗന്ധകാറ്റ് ഇരുവരെയും തലോടി കിടന്നു. ഇത്രയും നാണാണോ എൻ്റെ മുല്ലപ്പൂവിന്? ആര്യൻ മൃദുവായി ചോദിച്ചു. മുല്ലയുടെ ചുണ്ടുകളിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം അവൻ അവളുടെ നെറുകയിൽ മൃദുവായൊരു ചുംബനം നൽകി. അവളെ നെഞ്ചോടടുപ്പിച്ചതും മുല്ല ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. അവൻ്റെ ഹൃദയമിടിപ്പ് അവൾക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. സുരക്ഷിതമായൊരു അഭയസ്ഥാനം കണ്ടെത്തിയതുപോലെ അവൾ ആ നെഞ്ചിൽ ശാന്തമായി ചാരി നിന്നു. അപ്പോഴേക്കും മൃദുക്കാറ്റ് വീണ്ടും വീശി. മുല്ലപ്പന്തലിൽ വിരിഞ്ഞിരുന്ന വെള്ളപ്പൂക്കൾ കൊഴിഞ്ഞു വീണ് അവരുടെ മേലാകെ മഴ പോലെ പെയ്തിറങ്ങി. ആര്യൻ ചെറുപുഞ്ചിരിയോട് അവൾ നോക്കി. നോക്കൂ, നമ്മുടെ സന്തോഷത്തിന് ഈ മുല്ലപ്പൂക്കൾ പോലും സാക്ഷി പറയുകയാണ്. മുല്ല നാണത്തോടെ പുഞ്ചിരി സമ്മാനിച്ചു. അവളുടെ വിരലുകൾ പതിയെ ആര്യൻ്റെ കൈകളിൽ കോർത്തു. അല്പം അകലെയുള്ള മാവിൻ തണലിൽ ഒരാൾ നിശ്ചലനായി നിന്നിരുന്നു. ആദിദേവ്. വൈദ്യപഠനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ആദിദേവ് കോവിലകത്തേക്ക് മടങ്ങിയെത്തിയത്. ഒരിക്കൽ അവധിക്ക് കോവിലകത്തേക്ക് വന്നപ്പോഴാണ് അവൻ മുല്ലയെ ആദ്യമായി കാണുന്നത്. ആ പൂന്തോട്ടവും മുല്ലയുടെ പുഞ്ചിരിയും അവളുടെ നിഷ്കളങ്കതയും അവൻ്റെ മനസ്സിൽ പറയാതെ സൂക്ഷിച്ചൊരിഷ്ടമായി വളർന്നിരുന്നു. ഇപ്പോൾ ആര്യൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന മുല്ല അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു.